ഹായ് ഗൈസ്, പിക്സൽവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പിക്സൽവേഴ്സിൻ്റെ ട്വിറ്റർ ഹാൻഡിലിൽ അവരുടെ PIXFI എന്ന് പറയുന്ന ടോക്കൺ ലിസ്റ്റിങ്ങിനെ കുറിച്ച് ഇന്നലെ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 18-ാം തീയതി ജൂലൈ, നാളെ 12 PM ഈ ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നും എയർ ഡ്രോപ്പ് ലഭിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ലിസ്റ്റിങ്ങിന് മുമ്പാണോ ലിസ്റ്റിങ്ങിന് ശേഷമാണോ നമുക്ക് എയർ ഡ്രോപ്പ് ലഭിക്കുക എന്നുള്ളതൊക്കെ തന്നെയും ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ പിക്സൽവേഴ്സിൻ്റെ ഈ ഒരു ട്വീറ്റിനെ ശരിവെക്കുന്ന രീതിയിൽ ബിറ്റ്ഗെറ്റ് ഇന്നലെ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അവരുടെ USD പെയറിൽ ഈ ഒരു പർട്ടിക്കുലർ കോയിന് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡിങ് നാളെ 18-ാം തീയതി 12 PM സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. ഈ ഒരു ട്വീറ്റിന് പിന്നാലെ തന്നെ ബൈബിറ്റ്, അതുപോലെ തന്നെ HTX, Get.io എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മേജർ എക്സ്ചേഞ്ചുകളൊക്കെ തന്നെയും ഈ ഒരു കോയിൻ്റെ ലിസ്റ്റിങ്ങിനെ കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിക്സൽവേഴ്സിൻ്റെ നാളത്തെ ലിസ്റ്റിംഗ് കൺഫേം ആണ്. ഇനി എയർ ഡ്രോപ്പ് ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. എയർ ഡ്രോപ്പ് ലഭിക്കാൻ എന്തൊക്കെ റിക്വയർമെൻ്റ് ആണ് വേണ്ടതെന്നുള്ളതിന് അവരവരുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ടെലഗ്രാം ബോട്ടിലും അതുപോലെ തന്നെ ഡാഷ്ബോർഡിലും ഉള്ള പോയിന്റ് ബാലൻസ് ബേസ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളത്. ഇത് ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ ഡാഷ്ബോർഡിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് മാക്സിമം പിക്സ് പോയിന്റ് കളക്ട് ചെയ്യാനൊക്കെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ബോട്ടിൻ്റെയും അതുപോലെ തന്നെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് അവരുടെ വെബ്സൈറ്റാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ കയറിയിട്ട് അതിലുള്ള ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അതൊക്കെ നോക്കി നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് അറ്റ്ലീസ്റ്റ് ലെവൽ 2, അതായത് പിക്സൽവേഴ്സിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഹോം പേജിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതിലുണ്ടാവും. അപ്പോൾ ആ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാം. അത് എത്രത്തോളം അപ്ഗ്രേഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ എയർ ഡ്രോപ്പ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ രജിസ്റ്റർ സെയിം വാലറ്റ് അഡ്രസ് ഓൺ ടെലഗ്രാം ആൻഡ് ഡാഷ്ബോർഡിലുള്ള അക്കൗണ്ടിലും അതുപോലെ തന്നെ ടെലഗ്രാം ബോട്ടിലും നിങ്ങൾ ഒരേ വാലറ്റ് തന്നെ കണക്ട് ചെയ്യാം. ഇപ്പോൾ അതായത് ഞാൻ OKX വാലറ്റാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടിൽ. അതുപോലെ തന്നെ ഞാൻ ടെലഗ്രാം ഡാഷ്ബോർഡിലും വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലും OKX വാലറ്റാണ് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങളും അതുപോലെ സെയിം ആയിട്ടുള്ള വാലറ്റ് തന്നെ കൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ അപ്ഡേറ്റിൽ പറയാനുള്ളത്. സോ മാക്സിമം എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ മാക്സിമം പോയിൻറ്റ്സ് ഏൺ ചെയ്ത് വെക്കുക. ഡാഷ്ബോർഡിൽ ഭയങ്കര ട്രാഫിക്കാണ്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ പറ്റാത്ത വിധം ട്രാഫിക്കാണ്. അതുകൊണ്ടാണ് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാത്തത്. എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ മാക്സിമം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ അത് എന്തായാലും ലിസ്റ്റിങ്ങിൻ്റെ ടൈമിൽ ഉണ്ടാവില്ല. ലിസ്റ്റിംഗ് കഴിഞ്ഞൊരു ഫ്യൂ വീക്സ് കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഒരു എയർ ഡ്രോപ്പ് നമുക്ക് ലഭിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു എയർ ഡ്രോപ്പ് പ്രോഗ്രാമിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.